അല്ല അച്ഛൻ സ്കൂൾ കൊണ്ടായോ ഞാൻ നേരം വൈകിയാലേ ബസ്സിനെ കയറിട്ടോ. എന്തിനും നീ നേരം വൈകിട്ട് യൂണിഫോം സ്ഥിരം ഇടാം. വേറെ പരിപാടി ഞാൻ അപ്പം ചൂടാം. അപ്പം ചുട്ടാ ശരിയാവും. എൻ്റെ ശരിയാവും. ഇതിൻ്റെ റിമോട്ടോ നീ അതായി പൊട്ടേച്ചോ? ആ പേഴ്സിൽ ഇട്ടേച്ചിക്കത് പൊട്ടേച്ചാ ഓടിച്ചാൽ നാസാവും. എന്ത് ഈ സാധനത്തിൽ കൂടി ആവി വേണം. ഗൈസപ്പം കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. സെറ്റല്ലേ സമാധാനം. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും മക്കൾ സ്കൂൾക്ക് പോകുന്ന തിരക്കും ഒക്കെ ആയിട്ടാണ് കേട്ടോ. രാവിലെ മൂന്നാളും മദ്രസ സ്കൂള് ഒക്കെ പോയി 10 മണി കഴിയുന്നവരെ ഒരു തിരക്ക് തന്നെയാണ്. അപ്പോൾ മദ്രസക്ക് രാവിലെ 6 മണിക്ക് പോയിട്ട് അനുമോനും കുഞ്ഞുമോളും മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പത്തിന് അരിമാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് വൈകി കയറി. അതിൻ്റെ തിരക്കും ബഹളങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കേട്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ദോശയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഇത് ഗ്രീൻ പീസ് കറി സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം ചുടുന്ന സമയം കൊണ്ട് കുഞ്ഞുമോൾ പറഞ്ഞു ഉമ്മച്ചി ഞാനതൊക്കെ ശരിയാക്കി തരാമെന്ന്. ഓൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞുമോളിന്ന് വിളിക്കണത് അമ്ന മോളേന്. നിങ്ങളറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് കേട്ടോ. ലൈഫ് സ്റ്റൈൽ വിത്ത് അമ്ന എന്ന് പറയുന്നത് ഇവളെ പേരാണ്. എനിക്കൊരു മോളും 2 ആൺകുട്ടികളുമാണുള്ളത് കേട്ടോ. ഇവൾ നടുവത്തേന്, ചെറുതാണ്, വലുത് ആണ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് ഗ്രീൻ പീസൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കർക്ക് ഇട്ടിട്ടുണ്ട്. അതിക്ക് ഒരു ഉരുളൻകിഴങ്ങ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. തക്കാളിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓളൊരു ഇഷ്ടത്തിന് വേണ്ടി ഓൾ വെറുതെ അങ്ങനെ കുടയാണ് കേട്ടോ. എന്നിട്ട് അതിക്ക് ഞാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 2-3 ഗ്രാമ്പു ഇതൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കേട്ടോ. ഒക്കെ ചെയ്യുന്നത് ഓൾ തന്നെയാണ് കേട്ടോ. ഓൾക്ക് പറഞ്ഞു തന്നാൽ മതി ഞാൻ ചെയ്ത്. അപ്പം ചൂടാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ അനുമോൻ വന്നെങ്ങാണ്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കണത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ട്രൈപ്പോഡ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓനത് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേറെ എന്തൊക്കെ അതിൻ്റെ ഒരു സാധനം മിസ്സാക്കിയായിരുന്നു. അത് തട്ടിക്കൂട്ടി ശരിയാക്കണതിൻ്റെ അടിയിൽ അത് കിട്ടി, ശരിയായി. അപ്പോൾ അതിനെക്കുറിച്ച് പറയണം കേട്ടോ. അതൊക്കെ നേരാക്കി തന്നിട്ട് ഇപ്പോൾ സെറ്റായില്ലേന്ന് ചോദിക്കുകയാണ് എന്നോട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാ കറിക്കുള്ള ഐറ്റംസൊക്കെ കുക്കറിലിട്ട് റെഡിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രമേ ഇടണുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളകാണ് ഇടുന്നത്. എരിവിന് മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് പാകാക്കി പിന്നെ അത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യണം കേട്ടോ. അങ്ങനെ. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരൊക്കെ എന്തായാലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്നൊന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ നല്ല സന്തോഷമുണ്ട്. സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ കൂടി വരുന്നത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാണ് കേട്ടോ. കുറച്ച് ഒരാളാണെങ്കിലും 10 ആളാണെങ്കിലും 10 ആൾ കൂടിയല്ലോ, 10 ആൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഓല് സബ്സ്ക്രൈബ് ചെയ്യണതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് കുഞ്ഞുമോളി പറഞ്ഞു ഞാൻ അപ്പം ചുട്ടോളാം, നമ്മച്ചി ഇസ്തിരി ഇട്ടോ പറഞ്ഞ് ഞാൻ അനുമോൻ്റെ യൂണിഫോമൊക്കെ ഇസ്തിരി ഇടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുമോളെ അപ്പത്തിന് മാവ് വയ്ക്കട്ടെ എന്നോട് ചോദിച്ചു കേട്ടോ. ഞാൻ ഒഴിച്ച് തരാമെന്ന് പറഞ്ഞോളൂ. ഒഴിച്ചാൽ എനിക്കത് ചുറ്റുമ്പോൾ ഒരു വൃത്തി തോന്നൂല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ പോയി ഒഴിച്ച് കൊടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു. ഇനി സമയമാകുമ്പോൾ അത് തുറന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഇസ്തിരി ഇടുകയാണ് കേട്ടോ യൂണിഫോം ഒക്കെ. അങ്ങനെ ഇതാ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു.
അപ്പം അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കറി ഒന്ന് കടുക് തളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓളെ ഞാൻ വേപ്പിൻ്റെ ഇല എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടതായിരുന്നു കേട്ടോ. വീടിൻ്റെ ബാക്കിൽ തന്നെ വേപ്പിൻ്റെ ഇല ഉണ്ട് കേട്ടോ. ചട്ടി പിടിക്കുന്ന സാധനമുണ്ട്. മാച്ചോ ഇത് അതുണ്ടോ ഉള്ളിക്കൊണ്ടിട്ടുള്ള പ്ലേറ്റും അപ്പൊക്കെ കൊണ്ടേക്കുന്നു. ഇനി തിന്നാൻ നേരം ഉണ്ടാവില്ല. അങ്ങനെ കറിയൊക്കെ റെഡിയായി. അപ്പത്തിന് മോന് കുളിച്ച് ഫ്രഷായി യൂണിഫോമൊക്കെ മാറ്റി ഓനിതാ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഓൻ്റെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓന് 8:45 ആകുമ്പോഴാണ് സ്കൂൾ ബസ് വരിക. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഓന് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുഞ്ഞുമോള് ചായ കുടിക്കുന്നുണ്ട്, ഞാനും ചായ കുടിച്ചു. അപ്പത്തിന് ആസിമോന് മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓനും ചായയൊക്കെ കുടിച്ച് പിന്നെ ഓല് രണ്ടാളും സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടോ. ഓലിതാ മാറ്റി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് സമയം 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.